ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഇത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. ഈ ഐസ്ക്രീം നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ട് 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. നമ്മളതിൽ ക്രീമോ അതിൽ മിൽക്ക് മെയ്ഡോ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ ബിസ്ക്കറ്റും പാലും പഞ്ചസാരയും മാത്രം വെച്ചിട്ടാണ് ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 75 ഗ്രാമിൻ്റെ 3 പാക്കറ്റ് ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റ് എടുക്കുന്നത് നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് യൂണിബിക് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് 1/2 ലിറ്റർ പാലാണ്. പാലെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കൊഴുപ്പ് കൂടിയ പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിൻ്റെ പാകത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. മധുരം കുറച്ച് മുന്നിൽ നിൽക്കുന്നതാണ് നല്ലത്. ഐസ്ക്രീം തണുത്തൊക്കെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒട്ടും മധുരം തോന്നില്ല. ഇനി മിക്സി മൂടി ഇതൊന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ബിസ്ക്കറ്റ് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി 1/2 ലിറ്റർ പാല് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പാല് സ്റ്റൗവിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. ഇടയ്ക്ക് പാലൊരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ പാല് നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് കൂടി തിളപ്പിക്കണം. 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കണം. ബിസ്ക്കറ്റ് ഇടുന്ന സമയത്ത് സ്റ്റവ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ബിസ്ക്കറ്റ് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ബിസ്ക്കറ്റ് കുറേശ്ശെ ഇട്ട് കട്ടയില്ലാതെ ഒന്ന് നന്നായിട്ട് കലക്കിയെടുക്കണം. പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് മുഴുവനും ചേർക്കണമെന്നില്ല. തിക്കായി വരികയാണെങ്കിൽ നമുക്ക് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബിസ്ക്കറ്റ് ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പാൽ ഓൾറെഡി തിളപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റും കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. തണുത്ത് വരുമ്പോൾ ഇനിയും കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് തിക്കായിട്ട് വരും. തണുത്ത് വരുമ്പോൾ കൂടുതൽ തിക്കായി പോയാലും കുഴപ്പമില്ല. നമ്മൾ കുറച്ച് പാലും കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ബിസ്ക്കറ്റ് നന്നായിട്ട് കുറുകി ഒരു ക്രീമി പരുവമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഐസ്ക്രീം മിക്സ് ഇപ്പോൾ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിക്കാണിത്. ഞാനിത് നേരത്തെ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്ത മിക്സിയുടെ ജാറാണ്. അതിലേക്ക് തന്നെ ഞാൻ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഐസ്ക്രീം മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നല്ല തിക്കായതുകൊണ്ട് ഞാൻ ഇതിലേക്കൊരു 3/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ അടിച്ചെടുക്കണം. ബിസ്ക്കറ്റ് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കണ്ടെയ്നർ ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ചൊന്ന് നല്ലതുപോലെ മൂടി വെച്ച് കൊടുക്കാം. ഫോയിൽ പേപ്പർ വെച്ച് നന്നായിട്ട് മൂടിയതിന് ശേഷം കണ്ടെയ്നർ വീണ്ടും മൂടി സെറ്റ് ചെയ്യാനായിട്ട് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഐസ്ക്രീം തണുക്കാൻ വെച്ചിട്ടൊരു 3 മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. ഐസ്ക്രീം ഇപ്പോൾ സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മിക്സി മൂടി ഇതൊന്ന് നല്ലതുപോലെ അടിച്ചെടുക്കാം. തണുത്ത ഐസ്ക്രീം മിക്സ് വീണ്ടും നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്ത ഐസ്ക്രീം കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് ഫോയിൽ പേപ്പർ കൊണ്ട് മൂടി വെക്കുക. അതിൻ്റെ പുറത്ത് കണ്ടെയ്നറിനെ മൂടി വെച്ച് മൂടാം. ഇനി ഇത് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടിയിട്ട് 10-12 മണിക്കൂർ വരെ നമുക്ക് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതി. ഐസ്ക്രീം സെറ്റാകാൻ വെച്ചിട്ടൊരു 10-12 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഓവർനൈറ്റാണ് വെച്ചത്. ഇനി നമുക്ക് മൂടി മാറ്റിയതിന് ശേഷം തുറന്ന് നോക്കാം. ഐസ്ക്രീം നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്പൂൺ കൊണ്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു 5-6 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി റെഡിയായ ഐസ്ക്രീം നമുക്കൊരു സ്പൂണോ ഐസ്ക്രീം സ്കൂപ്പറോ വെച്ച് പുറത്തേക്ക് എടുക്കാം. വളരെ ടേസ്റ്റി നല്ല ക്രീമിയുമായി നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.